ആനക്കലയിൽ ഇനിയും എത്ര ജീവനുകൾ പൊലിയുമെന്ന ആശങ്കയിലാണ് ഇടുക്കി മുള്ളരിങ്ങാട്ടെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. മുള്ളരിങ്ങാട്ടെ ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ എത്തിത്തുടങ്ങിയത് 3 വർഷം മുൻപാണ്. ഏറ്റവും ഒടുവിൽ ഒരു ജീവൻ നഷ്ടപ്പെടുമ്പോഴും പ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടുമില്ല. അമറിന്റെ സഹോദരിയെ പോലെ എത്രയോ പേരുടെ കണ്ണുനീരാണ് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിനിടയിൽ വനാതിർത്തിയോട് ചേർന്ന് കഴിയുന്ന ജനങ്ങൾക്ക് കാണേണ്ടി വന്നിട്ടുള്ളത്. സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് മുള്ളരിങ്ങാട്ടെ ജനങ്ങൾ വനം വകുപ്പിനോട് പറഞ്ഞു മടുത്തതാണ്. കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങാത്ത ഒരു ദിവസം പോലും ഇപ്പോഴില്ല. ഇന്നുമുണ്ട് ജനവാസ മേഖലയിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രം അകലെ കാട്ടാനകൾ. ഒന്നെങ്കിൽ ഞങ്ങളെല്ലാവരെയും 4 വാർഡുള്ളൂ ഇത് 4 വാർഡിലെ ജനങ്ങളെ നിരത്തി വെടിവെച്ച് കൊന്നു കളഞ്ഞിട്ട് വനാക്കുക, അല്ലെങ്കിൽ വല്ല ഫെൻസിങ് ഇട്ട് തരുമോ. ഈ ആനയ്ക്ക് ഇവിടെ വനമില്ല ചേട്ടാ, ഈ പെരിയാറിൻ്റെ അപ്പുറമല്ലേ വനമുള്ളൂ. ഇത് 5-10 കിലോമീറ്റർ ഉള്ളൂ. ഇത് ഈ 10 കിലോമീറ്റർ തേക്കുംചേരിൻ്റെ അകത്ത് എന്ത് തിന്നാനാ? കഴിഞ്ഞ നാളുകൾ അത്രയും കാട്ടാന ശല്യം തടയുന്നതിനായി നാട്ടുകാർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഓരോന്നായി ഇന്നും അവർ എണ്ണിപ്പറഞ്ഞു. ഈ പ്രദേശം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് ജീവിക്കുന്നത്. രാഷ്ട്രീയം ഉണ്ടായിരിക്കും, രാഷ്ട്രീയം അതിൻ്റെ പുറത്താണ്. ഞങ്ങളിവിടെ കൂട്ടായിട്ട് ജീവിക്കുന്ന പണ്ട് മുതലേ ഞങ്ങളുടെ കാരണന്മാരുമായിട്ട് മലയോര പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുന്ന ഞങ്ങൾ കർഷകരാണ്. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഈ പെൻസിങ്ങിനെ ഇവിടെ നഷ്ടപ്പെട്ടു പോയ എം പിയുടെ ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചാർന്നെങ്കിൽ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്തായിരുന്നല്ലോ. ചെയ്തില്ലല്ലോ. ആ ഫണ്ട് എന്ത് ചെയ്തു? ആ ഫണ്ട് ലാപ്സായി പോയില്ലേ? ഇത് പറയാൻ ആരുമില്ലല്ലോ ഇവിടെ. കാടിറങ്ങുന്ന വന്യജീവികൾക്ക് മനുഷ്യജീവന്റെ വില വെറും 10 ലക്ഷം മാത്രമാണ്. എന്നാൽ മുള്ളരിങ്ങാട്ടെ അമറിന്റെ മരണം ഏറ്റവും ഒടുവിലത്തേത് എന്ന് പറയാതെ ഒടുവിലത്തേത് മാത്രമാക്കി തീർക്കാൻ നടപടിയെടുക്കേണ്ടത് അധികൃതരാണ്. അതീഷിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.